പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലെ ഒരു അഭിലാഷം പറഞ്ഞതത്രേ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇഹലോകവാസം കഴിഞ്ഞ് ക്രിസ്തുവിശ്വാസികളായ നാം ഏവരും സ്വർഗസ്ഥലത്ത് നിത്യത ചെലവിടുവാൻ പോകുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്നത്. നമ്മെ ഓരോരുത്തരെയും എതിരേൽക്കുവാൻ സ്വർഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മെ ഏറ്റവും അധികമായി ആകാംക്ഷാഭരിതരാക്കേണ്ടത് സ്വർഗസ്ഥലത്തെ വിവിധ രത്നങ്ങളോ സ്വച്ഛ സ്ഫടിക നിർമ്മിതമായ വീഥികളോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യം അവിടെ ഇല്ലാത്തതോ രാത്രി അവിടെ ഇല്ലാത്തതോ ആയിരിക്കരുത്. പകരം പൗലോസ് പറയുന്നത് പോലെ നാം കർത്താവിനോട് കൂടെ വസിപ്പാൻ പോകുന്നു. അതാണ് നമുക്കേറെ ഇഷ്ടമായ കാര്യമെന്നത്. അവർ ഇറ്റേണൽ ഹൗസ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. നമ്മുടെ നിത്യഭവനം ക്രിസ്തുവേശുവാണ് എന്നതാണ് വലിയ പ്രത്യേകത. അവിടെ ക്രിസ്തു ഇല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ അമ്പരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നെന്നാലും അവിടെ വലിയൊരു ശൂന്യതയുണ്ടായിരിക്കും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്നത്രേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിന് വളരെ നിർബന്ധമുള്ള കാര്യമത്രേ വരും ലോകത്തിൽ കർത്താവ് ഇരിക്കുന്ന ഇടത്തായിരിക്കണം തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിശ്വാസികളായിരിക്കേണ്ടത്. നമ്മിൽ നിന്നും ഒരു കാരണവശാലും അകന്നിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമുക്ക് വേണ്ടി പിതാവാം ദൈവം ഒരു ക്രിസ്തു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ നിലപാട് എന്തായിരിക്കും? ക്രിസ്തുവിനോട് ചേരുവാനുള്ള കാംക്ഷ ഏറെയായി നമുക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് കൂടെ തന്നെ ആയിരിക്കും. ഇവിടെ നാം ആരംഭിക്കുന്ന ക്രിസ്തു ജീവിതം വരും ലോകത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. മരണം ഒരു നഷ്ടമല്ല, മറിച്ച് ലാഭമാണ്. കാരണം ക്രിസ്തുവിൽ മാത്രം കാണുന്ന നിത്യജീവൻ മരണത്തിലൂടെയോ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിലൂടെയോ ആണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹെവൻ ഈസ് നോട്ട് ഹെവൻ വിതൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവില്ലാത്ത സ്വർഗം സ്വർഗമല്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഇൻ എനി പ്ലേസ് വിത്ത് ക്രൈസ്റ്റ് ദാൻ ടു ബി ഇൻ ഹെവൻ ഇറ്റ്സെൽഫ് വിതൗട്ട് ഹിം. ക്രിസ്തുവില്ലാത്ത സ്വർഗത്തിലായിരിക്കുന്നതിനേക്കാൾ നല്ലത് അവനോടൊപ്പം മറ്റെവിടെയെങ്കിലും ആയിരിക്കുന്നതാണ്. നമുക്കിന്ന് ഇങ്ങനെ പറയാം, നമ്മുടെ നിത്യഭവനം സ്വർഗമാണ് എന്നതിലുപരി അത് ക്രിസ്തു യേശുവാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.